നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയൊന്നും ആലോചിക്കാനില്ല ആന്റി. ഇന്നോ നാളെയോ അത് സംഭവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അനുപമയെ തോൽപ്പിക്കാൻ ആന്റിക്ക് കഴിയില്ല. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ ഹർഷേ? നാളെ പത്രിക സമർപ്പണം നടക്കട്ടെ. അതിനുശേഷം നമ്മൾ അവളെ കുരുക്കിയ അവൾ ഒന്നുകൂടി നാണം കെടുകയല്ലേ ഉള്ളൂ. അവള് കുരുങ്ങില്ല ആന്റി. നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാ പിന്നെ പാർട്ടിക്കാർ എന്ത് വില കൊടുത്തും ഏത് കുരുക്കിൽ നിന്നും അവരുടെ സ്ഥാനാർത്ഥിയെ രക്ഷിക്കും. പോകുമ്പോ വല്ല എലിവിഷമോ ചെടിക്ക് തെളിക്കുന്ന കീടനാശിനിയോ മറ്റോ വാങ്ങണം. അതിന്ന് കുറച്ചെടുത്ത് മാറ്റിവെച്ച് അനുപമയുടെ മുറിയിലോ അവളുടെ ഏതെങ്കിലും ബാഗിലോ കൊണ്ടുവയ്ക്കണം. പിന്നെ ആന്റി അവക്കല്ലല്ലോ വിഷം കൊടുക്കുന്നത്. ആഹാരത്തിൽ കലർത്തി സ്വയം കഴിക്കുകയല്ലേ. അല്ല ഹർഷേ, ഞാൻ ഫുഡ് പോയിസൺ സംഭവിച്ച് ആന്റിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച അവിടുന്ന് ഏതാ പോയിസൺ എന്ന് പറയും. അപ്പോ ആന്റി മൊഴി കൊടുക്കണം. അങ്ങനെ ഒരു സാധനം അനുപമ നേരത്തെ വീട്ടിൽ വാങ്ങിക്കൊണ്ടു വെച്ച കാര്യം തനിക്കറിയാമായിരുന്നു. അത് കുറച്ച് വിശ്വസനീയമായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഹർഷേ. പിന്നെ ഈ അനുപമയെ ചെടിക്ക് തളിക്കാൻ കീടനാശിനി വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവള് ശരിക്കും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമോ ഹർഷേ? അത് കൊള്ളാം. പിന്നെ അവള് കീടനാശിനി വാങ്ങിക്കാൻ പോയതിനെ ആ സുമാരിയെ അവള് സാക്ഷിയാ. വീട്ടില് വെച്ച് അവളത് ചെടികൾക്ക് തളിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ എന്ത് ചിന്തിക്കാനാ ആന്റി? ആന്റി നാളെ ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിയ അനുപമയ്ക്ക് നോമിനേഷൻ കൊടുക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാ. അലം, പക്ഷെ ഇതിപ്പോ ഞങ്ങള് നല്ല രീതിയിൽ പോകുന്നോണ്ട് അനുപമ എനിക്ക് മനഃപൂർവ്വം വിഷം തന്നു എന്ന് പറഞ്ഞാ ആരെങ്കിലും വിശ്വസിക്കോ? വിശ്വസിക്കാവുന്നൊരു വിഷയം ആന്റി ഇന്ന് വീട്ടിലുണ്ടാക്കണം. അത് മാത്രം പോരെ. ആന്റിക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവേണ്ടത് അനുപമ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുവോ ഹർഷേ? മനസ്സ് വെച്ചാൽ നടക്കും. എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ആന്റി. അതുപോലെ ചെയ്ത മാത്രം മതി.
കാരണം അങ്കിളും രഘുവേട്ടനും വല്ലാത്ത പ്രതിസന്ധിയിലായല്ലേ? അന്ന് അമ്പിളി ചേച്ചി ഇവിടെ വന്നപ്പോ തന്നെ ഞാനും മോളും എങ്ങോട്ടെങ്കിലും മാറേണ്ടതായിരുന്നു. എങ്ങോട്ട് മാറാൻ? ആമിക്ക് മാറാൻ വേറെ ഇടം വല്ലതും ഉണ്ടോ? ഇടം കണ്ടെത്തേണ്ടത് രഘുവാണ്. നീ അതിന് വല്ല ശ്രമം നടത്തുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടെങ്കില് പറ്റിയൊരു സ്ഥലം ഒത്തുകിട്ടിയിട്ടില്ല. 2 ദിവസത്തിനകം ഞാൻ ഇവരെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊള്ളാം അങ്കിൾ. 2 ദിവസമല്ല, 2 മാസം ഇവിടെ താമസിക്കണമെങ്കിലും എനിക്ക് യാതൊരു വിഷമമില്ല. പക്ഷേ ഇതുപോലുള്ള കെണികൾ വന്ന് പെട്ടാലാണ് പ്രശ്നം. അമ്പിളിയുടെ കണ്ണിൽ പൊടിയേറ്റ പോലെ ആവില്ല വിനയന്റെ കാര്യം. അവനൊരു ഊരാ കൊടുക്കും. ആദ്യം അവൻ വന്നപ്പോ പുറത്ത് ലേഡീസ് സ്റ്റെപ്പിൽ കണ്ട കാര്യം അവൻ അമ്പിളിയോട് ചെന്ന് പറഞ്ഞു. ഇനി നീ ആമിയെ വണ്ടി കയറ്റി കൊണ്ടുപോയ കാര്യം കൂടി വിനയൻ അമ്പിളിയോട് പറഞ്ഞ അതോടെ തീരുമല്ല. അതിനൊരു പരിഹാരമാണ് നീ ആദ്യം കാണേണ്ടത്. വിനയന്റെ ലക്ഷ്യം അങ്കിളിന് അറിയാലോ. അവന് വീണ്ടും ചീരുന്റെ ലൈഫിൽ കടന്നു കയറണം. അതിന് എൻ്റെ ഒരു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി അവൻ ഇതൊരു ആയുധമൊക്കെ എടുക്കാൻ ഇടയുണ്ട്. അതിനു മുമ്പ് ഞാനും മോളും ഇവിടുന്ന് പോയാ പോരെ രഘുവേട്ടാ? പിന്നെ ഞങ്ങളെക്കുറിച്ച് ആരും ഒന്നും അറിയില്ലല്ലോ. അതൊന്നും പറയാനാവില്ല അമ്മേ. വിനയൻ നിങ്ങളുടെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് വെച്ച് നിങ്ങളെ കണ്ടെത്തും. അതെ, ആമയുടെ ഡീറ്റെയിൽസ് എടുക്കാൻ അവന് പോലീസ് സ്റ്റേഷനിൽ ആളുണ്ടെന്ന രീതിയിലാണ് സംസാരിച്ചത്. അപ്പോഴേക്കും അമ്പിളി വന്നുകൊണ്ട് പിന്നീടൊന്നും പറയാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഒരു വഴിയുള്ളത്, നേരായ വഴിയും അത് തന്നെയാണ്. ആമിയും മോളെയും കുറിച്ചുള്ള വിവരങ്ങൾ രഘു തന്നെ അമ്പിളി അറിയിക്കണം. ചീരുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. അമ്പിളിയോട് സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നതല്ല. ഞാനും വരാം, കാര്യങ്ങൾ തുറന്നു പറയാം. അമ്പിളിക്ക് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നില്ല അങ്കിളെ. തുടക്കത്തിൽ എന്തായാലും അവള് വയലന്റ് ആവുന്നുള്ള കാര്യം ഉറപ്പാ.